ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസ് ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഓർക്കുക, എത്ര അളവിൽ അരിയാണോ എടുക്കുന്നത് അത്രയും അളവിൽ തന്നെ നമുക്ക് തക്കാളിയും വേണം. നമുക്ക് വിഷ്വൽ അളവ് നമുക്ക് മനസ്സിലാവല്ലോ കാണുമ്പോൾ. അപ്പോൾ അതേ അളവിൽ തന്നെ തക്കാളി എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ സവാള എടുക്കുമ്പോൾ 3:1 എന്നുള്ള കണക്കിലെടുക്കണം. 3 തക്കാളിക്ക് 1 സവാള എന്നുള്ള കണക്കിൽ, അത് നോർക്കുക കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയതുകൊണ്ട് നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണ. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, നെയ്യും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ കേരളൈറ്റ്സ് ആയിട്ടുള്ള നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നത് ഈ ഒരു വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ്. 1 ടേബിൾ സ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് എന്നിവ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 വാള് കാഷ്യൂ നട്ടും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു മണമൊക്കെ വരും. നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ ഉഴുന്ന് പരിപ്പ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1 സവാള, 2-3 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ വഴറ്റി ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 2.5 ഗ്ലാസ് അരിക്കുള്ള റൈസാണ്. അപ്പോൾ 2.5 ഗ്ലാസ് അരിക്ക് 3 വലിയ തക്കാളി എടുക്കുന്നുണ്ട്. 3:1 എന്നുള്ള കണക്കാലോ വേണ്ടത്. അപ്പം 3 തക്കാളി പിന്നെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു സവാളയാണ് ഇവിടെ ഇപ്പോൾ കട്ട് ചെയ്ത് വഴറ്റിയെടുത്തത് കേട്ടോ. നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അധികം പുളിയുള്ള തക്കാളി എടുക്കാത്തതാണ് നല്ലത്. കുറച്ച് നല്ല പാകമായിട്ടുള്ള തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. വഴണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. വേറെ അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആകെ ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് പിരിയൻ മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീർ ചില്ലി പൗഡർ, അതാണ് ചേർക്കുന്നത്. അത് 1.5 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളർ കിട്ടും, എരിവും അധികം ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് ചേർത്തത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. അത് ഓപ്ഷണലാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ബിരിയാണിയുടെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഗരം മസാല ചേർത്തിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി റൈസിൽ ഉപ്പ് നമ്മൾ ചേർത്താണ് വേവിക്കുന്നത്. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പേസ്റ്റായിട്ട് നല്ല പോലെ അലിഞ്ഞു കിട്ടണം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് വേവിച്ചിട്ട് വരാം. കണ്ടോ, ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട് ഇത്. അപ്പോൾ എന്നാലും ഇതിൻ്റെ പീസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് പേസ്റ്റ് ആയാൽ മാത്രമാണ് റൈസിലേക്ക് നല്ലപോലെ പിടിക്കുള്ളൂ. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുഴുവനും നെയ്യ് തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഫുള്ള് ചെയ്യുകയാണെങ്കിൽ, വഴറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ മടുത്തു പോകും റൈസ് കഴിക്കുമ്പോൾ. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നീട് ഒരു ഫ്ലേവറിന് വേണ്ടി നെയ്യ് ചേർക്കുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. ഇപ്പം നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ആ സമയത്ത് വേവിച്ച് വച്ചിട്ടുള്ള റൈസ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. റൈസിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം, പൊന്നിയരി എടുക്കാം, അല്ലെങ്കിൽ ബസ്മതി റൈസ് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വേവിക്കാം. ചിലർക്ക് ബിരിയാണി പോലെ ഇങ്ങനെ വിട്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടി വെന്തിരിക്കുന്നതായിരിക്കും ഇഷ്ടം, കുഴഞ്ഞിരിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വറ്റിച്ചെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സാധാരണ അരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ, ചോറുണ്ടാക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ
നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കാസ്ട്രോളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുന്നത്. നമുക്ക് നല്ല അടിപൊളി കളറിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്. ഗരം മസാലയൊക്കെ ചേർത്തത് കൊണ്ടിട്ടും പിന്നെ നമ്മുടെ അളവുകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ടിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ എരിവുണ്ട്, അടിപൊളിയാട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് റൈത്തയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ട തൈരിൻ്റെ കൂടെയോ അച്ചാറിൻ്റെ കൂടെയോ ഒക്കെ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല തന്നെ കഴിക്കാനായിട്ട് പറ്റുന്ന ഡെലീഷ്യസ് ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.